Hello everybody, welcome back to my YouTube channel. ഇപ്പോഴാണ് ലൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഒരു ഗ്രാജുവേഷൻ വ്ളോഗാണ്. സോ ഐ എം ഗെറ്റിംഗ് ഗ്രാജുവേറ്റഡ് ടുഡേ. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 6 മണി 6:15 ആയിട്ടേ ഉള്ളൂ രാവിലെ. ഇത് തേഴ്സ്ഡേ ആണ്, തേഴ്സ്ഡേ 14th മെയ് ആണെന്ന്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയതേ ഉള്ളൂ. ഒരു 6:15 ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടുന്ന് ആക്ച്വലി ഒരു 7-7:15 ആകുമ്പോഴത്തേനും ഇറങ്ങണം. കാരണം നമ്മൾ ഡൗൺ ടൗണിലാണ് പരിപാടി നടക്കണേ. പരിപാടി സംഭവം സത്യത്തിൽ 10 മണിക്കാണ്, പക്ഷേ നമ്മളിവിടുന്ന് നേരത്തെ ഇറങ്ങിയേ പറ്റൂ. നമുക്ക് കുറച്ച് നേരത്തെ അവിടെ റിപ്പോർട്ടൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടീസ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാവാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ പരിപാടികൾ കഴിഞ്ഞ്, അത്ര വലിയ സ്കിൻ കെയർ ഒന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസറും നമ്മുടെ ഫേസ് വാഷും ഒക്കെ ഉള്ളൂ. രാത്രിയാണ് ആക്ച്വലി എൻ്റെ സ്കിൻ കെയർ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഇനി ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. സോ ഇത് എത്രത്തോളം ഈ വ്ളോഗിനെ വിജയിപ്പിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല, എത്രത്തോളം ഇതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തന്നെ എനിക്കറിയില്ല. സോ ഞാൻ എൻ്റെ മാക്സിമം നോക്കാം. ഞാൻ ഇപ്പം എന്തായാലും ചായയൊക്കെ കുളിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് മേക്കപ്പ് ഇടുമ്പോൾ വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ നമുക്ക് കാണാം. സോ കം അലോങ് വിത്ത് മീ ആൻഡ് എന്താ പറയുക, വിഷ് മീ ഫോർ മൈ ഗ്രാജുവേഷൻ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഗ്രാജുവേറ്റഡ്. ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ആൻഡ് നമ്മൾ ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാമോ? ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും. നമ്മൾ ഓൾമോസ്റ്റ് ഇറങ്ങാറായി. ഇവിടെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ചപ്പൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് ഞാനൊരു ഹീൽസ് കൈൻഡ് ഓഫ് സെറ്റപ്പാണ് കേട്ടോ ഇടാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയില്ല അത് എത്ര നേരം എനിക്ക് ഇതിട്ട് നിൽക്കാനൊക്കെ പറ്റും എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കാണിക്കാൻ വരുന്നുണ്ടോ? ഇതാണ് അഖിലിൻ്റെ ഫൈനൽ ലുക്ക് ആൻഡ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. മുടി ഞാൻ അയച്ചിടും. ആൻഡ് മറക്കൂ, ഇതാണ് ഇതെനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നമ്മുടെ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഞാൻ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കോട്ട്, ക്യാപ്പ്, ഗൗൺ അതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇറങ്ങാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു എത്ര മണിയായി? 8 മണിയായി. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയാലാണ് നമ്മൾ ടൈമിൽ അവിടെ എത്തുള്ളൂ. സോ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. The shadows play, the wind hums songs at the break of. ഹായ്, അപ്പോൾ നമ്മൾ എൻ്റെ മുടിയൊക്കെ അത്യാവശ്യം കുറച്ച് കൊലക്കേടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇനിയിപ്പോൾ ഒരു 1 hour ജേണി ഉണ്ട്. നമുക്ക് ട്രാഫിക് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ലോങ് ആവുന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുത്തെ പരിപാടിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആർ യു എക്സൈറ്റഡ്? Are you excited? Yes. എന്തിനാണ് എക്സൈറ്റ്മെന്റ്സ്? എന്തേ? That's okay. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ട്രാഫിക്കുള്ള സമയമാണ്. The shadows play, the wind hums songs at the break of day, whispering pines
secrets untold, carrying tales only the forest holds. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേ പേരൊക്കെ അവിടെ നിൽക്കണം ഞാൻ കണ്ടു. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ പാർക്കിങ്ങിലെത്തി. ആർ യു റിയലി എക്സൈറ്റഡ്? ഇപ്പോൾ ഇപ്പൊ എനിക്ക് ആ ഒരു വൈബൊക്കെ കിട്ടി തുടങ്ങി. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, പോയി ടിക്കറ്റ് എടുത്തിട്ട് വരൂ. നമ്മളിവിടെ പേ ചെയ്തിട്ട് നമ്മളതിൻ്റെ സ്ലിപ്പൊക്കെ ഒട്ടിച്ച് വെക്കണം. സോ ഹീ ഈസ് ഗോയിങ് ഫോർ ദാറ്റ്. എനിക്കിപ്പോഴാണ് ഇവിടെ ഈ ഗ്രാജുവേഷൻ്റെ ഒരു അലയൊളികൾ ഇപ്പോഴാണ് കിട്ടി തുടങ്ങിയത്. ഇത്ര നേരം എനിക്കത് അത്ര ഹിറ്റ് ചെയ്തിട്ടുണ്ടായില്ല, പക്ഷേ ഇപ്പം എനിക്ക് ആ ഹിറ്റ് കിട്ടി തുടങ്ങി. സോ ലൈക്ക് വേറെ കുറേ ആൾക്കാരൊക്കെ, വേറെ കുറേ പിള്ളേരൊക്കെ ഈ മറ്റേ റൂസ്വെൽറ്റിൻ്റെ കോട്ടും സാധനങ്ങളൊക്കെ ഇട്ട് പോണ കാണുന്നു. അപ്പം എനിക്ക് സാധനം അടിച്ചു. സോ യാ, ഐ എം റിയലി എക്സൈറ്റഡ്. ഇപ്പോൾ എൻ്റെ ഇവിടെ ഇരുന്ന് എനിക്ക് എൻ്റെ റൂസ്വെൽറ്റ്, എൻ്റെ കോളേജ് കാണാൻ പറ്റും. ഞാൻ എൻ്റെ കോളേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കാണുന്നതാണ് എൻ്റെ കോളേജ്. ആക്ച്വലി നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇതാ കണ്ടോ, അത് റൂസ്വെൽറ്റ് യൂണിവേഴ്സിറ്റി എന്ന് എഴുതിക്കണുണ്ടോ? സോ ഇതാണ് നമ്മുടെ കോളേജ്. ആക്ച്വലി അത് കുറച്ച് വലിയ ബിൽഡിംഗ് ആണ്. അത് അപ്പുറത്താണ്, സ്ട്രീറ്റിൻ്റെ അപ്പുറത്തുള്ളൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പാർക്കിങ്ങിലാണുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് പോകണം. സോ ലൈക്ക് ഇനി ഒരു 3/4 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പരിപാടി തുടങ്ങും. സോ നമുക്ക് അതിന് ഉള്ളിൽ നമുക്ക് അവിടേക്ക് എത്തണം. സോ ഐ എം റിയലി എക്സൈറ്റഡ്. അപ്പോൾ യാ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അവിടെ എത്തിയിട്ട് അതിനകത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഐ എം റിയലി എക്സൈറ്റഡ്. and executive leaders. I now invite Dean Regina Pacula to join me in introducing her honorary degree recipient, Mari Pierce. Mari Pearson's parents immigrated to the U.S. and settled on the south side of Chicago, where he grew up with 6 siblings. He didn't know anyone who had gone to college until Chicago Public Schools gave him the opportunity to. Esmeralda Ruiz. Richard Rutherford. അപ്പോൾ അത് അങ്ങനെയായിരുന്നു നമ്മുടെ ഗ്രാജുവേഷൻ ഫംഗ്ഷൻ. എനിക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വേറൊരു ഭാഗത്തോടെ, മക്കിൽ വേറൊരു ഭാഗത്തോടെയാണ് നമ്മൾ എൻട്രി തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അധികം വീഡിയോസും കാര്യങ്ങളും അവിടെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വേഗം തന്നെ തിരിച്ച് കാറിലെത്തി. ഹലോ, അപ്പോൾ നമ്മളുടെ ഗ്രാജുവേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ്, നമ്മൾ ഗ്രാജുവേഷൻ ഡേ കഴിഞ്ഞു. നമ്മളവിടുന്ന് നല്ലതായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളവിടുന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ആൻഡ് പിന്നെന്താ, അങ്ങനെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞു. ഇപ്പം നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഞങ്ങൾ കുറച്ചും കൂടെ ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നല്ലോ. അപ്പം ഞാനത് കുറച്ച് വേറൊരു സ്ഥലത്ത് ഞങ്ങൾ ഇരുട്ടായിപ്പോയി. യൂഷ്വലി ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് പോകാറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. സോ ഞങ്ങൾ അവിടെ പോയി ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അവിടുന്ന് കുറച്ച് ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അല്ലേ, എനിക്ക് ആ ഹോള് ഭയങ്കര ഇഷ്ടമായി. അല്ലേ, കിഡിലിൻ്റെ ഹോളായിരുന്നു. ഞാൻ ഇങ്ങനെ അങ്ങനത്തെ പരിപാടിക്കൊന്നും നമ്മളിവിടെ പോയിട്ടില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, ആക്ച്വലി അവിടെ ഫുഡും ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മുകളിൽ. ഞങ്ങൾ അത് കഴിക്കാനായിട്ട് മറ്റേ ഇവര് വിളിച്ചു, പ്രൊഫസറും മറ്റേതും വന്നിട്ട്. ഞങ്ങൾ വിളിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു യാ വി ആർ വെയിറ്റിംഗ് ഫോർ സംബഡി എന്ന് പറഞ്ഞിട്ട്
ഞാനും എസ്മറാളുടെ അവിടെ നിന്നു. ഞങ്ങൾ മറ്റേ നോളജിനെ വെയിറ്റ് ചെയ്തിട്ടല്ലേ. അപ്പം അങ്ങനെയാണ് പരിപാടികൾ. സോറി. അപ്പം അങ്ങനെയാണ് പരിപാടികൾ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. നമ്മൾ കുറച്ച് ഓട്സ് മാത്രമാണ് കഴിച്ചത്. അപ്പോൾ അതും നമ്മൾ 7 മണിക്ക് ഇറങ്ങിയതാണല്ലോ വീട്ടിൽ നിന്ന്. 7 മണിക്ക് കഴിച്ചതാണല്ലോ. നമ്മളൊരു 7:45 8 മണിക്ക് മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പം സമയം ഓൾമോസ്റ്റ് എത്ര മണിയാണെന്ന് അറിയോ? ഇപ്പം സമയം 2:25 സമയം. സോ നമ്മുടെ വയറൊക്കെ വിളിച്ചു തുടങ്ങി. നമ്മൾ പിക്കപ്പ് ചെയ്ത് നമ്മൾ വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ പോണ വഴിക്ക് പടായി പോകും. സോ വിശപ്പ് കൊണ്ട് ഞാൻ എന്താണ് എങ്ങനെയാണ് പറയണതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ തിങ്ക് ഐ ഷുഡ് റെക്കോർഡ് മോർ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഐ വിൽ റെക്കോർഡ് ദിസ് എന്ന്. ഇതാണ് റോ റിയൽ കണ്ടന്റ്, റോ റിയൽ കപ്പിൾ ലൈഫ്. ഇതാണ് എൻ്റെ തല എന്തി പശു നക്കിയ മാതിരി ഇരിക്കണമെങ്കിലേ നിനക്കൊന്ന് പറഞ്ഞൂടെ? കൊള്ളില്ല കാണാന്ന്. ഞാനത് എത്ര തവണയായിട്ട് പറയാം. ഞാൻ പണ്ടൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പം നീ എന്നെ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തി. ഞാൻ ഇന്നത്തെ ദിവസത്തെ കാര്യം ചോദിച്ചത്. ഇങ്ങനെ ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. പറയാറില്ല. ചില മീശയില്ലാത്ത ആണുങ്ങളിപ്പോൾ എന്നെ കണ്ടാൽ അവർ ചിലപ്പോൾ കൊതിയിടും എന്നെ കണ്ട്. അവരെക്കാൾ കൂടുതൽ മീശ ഡെയിലി പഠിക്കുന്ന ആരുണ്ട്? കാണട്ടെ ഞാനൊന്ന്. ഡെയിലി പഠിച്ചില്ലെങ്കിൽ അത്ര താടി മീശയൊന്നും വരില്ല. പക്ഷെ നമ്മളിങ്ങനെ മുഖത്തേക്ക് ഒക്കെ പിടുത്ത് കാണിക്കും ഒരു വര. അന്നത് കുറ്റിയായിട്ട് ഫുള്ളായിട്ട് വരുമോ? ചിലപ്പോൾ വരുമായിരിക്കും. എൻ്റെ അമ്മൂമ്മേടെ ചേച്ചിക്കൊക്കെ ഉണ്ട് പിരിച്ചു വയ്ക്കാളം പോലത്തെ മീശ തുമ്പത്തും. അമ്മൂമ്മക്കില്ല. പക്ഷെ ഡാഡിനെ അതുകൊണ്ട് എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ലേ, ഡാഡിക്ക് ഭയങ്കര മുടിയാണല്ലോ. എല്ലാ മനുഷ്യർക്ക് ഇത്രയും മീശയും താടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉണ്ട് ഒരെണ്ണം. ഹായ്, അത് കൊള്ളാലോ. ഇവിടുത്തെ ഷഷ്ടി എന്തുകൊണ്ടിട്ടാ? ഇവിടെ ഷഷ്ടിയാണ് ഗൈസ്. ഇവിടുത്തെ കൊടര ഷഷ്ടി വന്നു. ഇവിടുത്തെ കൊടര ഷഷ്ടി നമുക്ക് വരാട്ടാ. കൊടര ഷഷ്ടിക്കാ? ഇത് കൊള്ളാട്ടാ. നൈൽസില് കൊടര ഷഷ്ടി വന്നു ഗൈസ്. ഞാൻ വീട്ടിൽ വന്നു. പക്ഷെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്നും മാറിയിട്ടില്ല. കാരണം നമുക്ക് ഫോട്ടോഷൂട്ടിന് പോകണമല്ലോ. അപ്പോൾ ഇതൊന്നും ആവാണ്ടിരിക്കാൻ ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് ഡ്രസ്സൊന്നും ആവാതിരിക്കാൻ ഞാനൊരു പുതിയ പകർച്ചയിലെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിക്കാൻ ഒരു സമാധാനം. ഹായ്, താങ്ക് യു. രാത്രി ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷവർമ കഴിക്കാൻ തോന്നിയാൽ അങ്ങോട്ട് മേടിക്കാൻ, അങ്ങോട്ട് കഴിക്കാം. അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് തടി കഴിക്കാൻ. സ്വിഗ്ഗി, സൊമാറ്റോ, എന്താണ് അതൊക്കെ, ഊബർ, ഡോർഡാഷ്, എന്തെങ്കിലുമൊക്കെ. ഇപ്പം ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പോണിറ്റെയിലൊക്കെ ആക്കിയിട്ടുണ്ട്. എൻ്റെ വീട് നിറയെ മെസ്സാണ്. നിങ്ങളത് നോക്കരുത്, എനിക്ക് സങ്കടം. സോ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മിക്കതും മുടി അയച്ചിടും. എന്നിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കും. സോ ലെറ്റ്സ് ഗോ ടേക്ക് സം സൂപ്പർ അടിപൊളി ഫോട്ടോസ്. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വൈൻഡപ്പ്, ഒരു നോട്ടൊന്നും ഇല്ല. കാരണം നമ്മൾ ഭയങ്കര തിരക്കിട്ട് എടുത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ പോയി എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.